ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, കീ ചെറുതായിട്ട് ഒന്ന് ബെൻഡായി. അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണോ? ജംഗ്ഷനിൽ സിഗ്നൽ ക്യാമറ ഒന്നും കാണുന്നില്ല. ക്യാമറ നമ്മളൊരു സാധനം ഇമ്പോർട്ടൻറ്റ് സാധനം മറന്നിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടില്ല. അവിടെ തിരിച്ചു പോയി സെൽഫി സ്റ്റിക്ക് എടുക്കുന്നത്. ഞാനിപ്പോ ട്രിവാൻഡ്രത്തേക്ക് മെയിനായിട്ട് പോകുന്ന കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് സസ്പെൻഡ് ചെയ്യാനായിട്ട് റിവീൽ ചെയ്യാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്റെ ആദ്യത്തെ മോട്ടോ വ്ളോഗിംഗ് ആണ്. ഞാനിപ്പോൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു 600 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോ 600 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ തന്നെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് എന്റെ ചില്ലറ അവിടുത്തെ ഓട്ടങ്ങളെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു അറൌണ്ട് 800 കിലോമീറ്റേഴ്സിനകത്തുള്ള ഒരു ഡ്രൈവാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഈ ട്രിപ്പിൽ ഫുള്ളും എത്ര പെട്രോൾ ഞാൻ മേടിച്ചു, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇത് പറയുന്നതായിരിക്കും. അപ്പൊ എനിക്ക് കിട്ടിയ ടോട്ടൽ മൈലേജും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാങ്ക് ടു ടാങ്ക് ആയിട്ടുള്ള ഒരു മൈലേജിന്റെ ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മളിപ്പം ഒരു HP പമ്പിൽ നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം അടുത്ത ഫുൾ ടാങ്കിന് എത്ര കിലോമീറ്റർ ഓടി, എത്ര പെട്രോളാണ് വേണ്ടി വരുന്നത്, എത്ര രൂപയായി എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കൂടെ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ആദ്യത്തെ വീഡിയോ ആണ്, കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് പരിഗണിച്ച് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ആഗ്രഹമാണ്. ഈ ഡ്രൈവൊക്കെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹങ്ങളല്ലേ. ഞാനിത് കുറെ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. കോട്ടയത്തൊക്കെ നല്ല മഴയുണ്ടെന്നാ കേട്ടത്. എങ്ങനെയാണ് ഏതാണെന്ന് ഒരു പിടുത്തവുമില്ല. ക്ലൈമറ്റ് കുഴപ്പമില്ല. മഴയോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. കാരണം ലഗേജ് എളുപ്പം ഉള്ളതുകൊണ്ട് മഴ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. നല്ല തെളിഞ്ഞ ആകാശം. അത് നമ്മൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് കാണുന്ന ഫസ്റ്റ് HP പമ്പ് ഉണ്ട്. അത് കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. അവിടെ പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് മീറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. Full tank. Dance in the sunlight, sing with all our might. Love's the magic potion, everything's alright. Always be happy, let the worries fly. Laughter's the answer, reach for the sky. ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, കീ ചെറുതായിട്ട് ഒന്ന് ബെൻഡായി. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല.
ചെറുതായിട്ടൊന്ന് ബെൻഡായി. പിന്നെ ഇത് യാത്ര എങ്ങനെയാവുന്നുള്ള കാര്യം നോക്കി തന്നെ കാണും. അതിന് മുന്നേ നമുക്ക് ആയിട്ടുള്ള പെട്രോളിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക്. Moments that we cherish, time's our best friend. Dance in the sunlight, sing with all our might. Love's the magic potion. ഓക്കെ, ബെൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരം. Laughter's the answer. Reach for the sky. Always be happy. Let the worries fly. Laughter's the answer. Reach for the sky. In the midnight glow where the സിഗ്നലൊന്നും നോക്കുന്നില്ല. ചേട്ടൻ്റെ പാട്ടിന് കാർ കൊടുത്തുകൊണ്ട് പോയി. stars in the rhythm divine, underneath the sky painted with dreams, ഇവിടെ പോലീസ് നിൽപ്പുണ്ട്. in the echoes of silent screams, caught in the ഇവിടെ സിഗ്നൽ ക്യാമറസ് ഒന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ഈ ജംഗ്ഷനിൽ സിഗ്നൽ ക്യാമറ ഒന്നും കാണുന്നില്ല. ആ, ക്യാമറ ക്യാമറ stardust gentle flow, dancing in the stardust, we're weightless and free in a world of wonders, just you and me lost in the moment, our spirits ignite as we twirl in the magic of the cosmic light. Among constellations we'll find our way, through the celestial symphony we'll sway, with every step we leave our cares behind. നമ്മളൊരു സാധനം ഇമ്പോർട്ടന്റ് സാധനം മറന്നിട്ടുണ്ട്. സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടില്ല. അവിടെ തിരിച്ചു പോയി സെൽഫി സ്റ്റിക്ക് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യത്തെ ഡ്രൈവ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മറക്കുമെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി മറവിയുടെ അസുഖം ഉള്ളതാണ്. 10 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 8 ഞാൻ മറക്കുന്ന ടൈപ്പാണ്. Dancing in the stardust, we're weightless and free in a world of wonders, just you and me lost in the moment, our spirits ignite as we twirl in the magic of the cosmic light. Shimmering galaxies, we'll find our way. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വേറൊന്നുമില്ല. എന്റെ മണ്ടത്തരങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്നെന്ന് വെച്ചാൽ Insta360യുടെ ഇൻവിസിബിൾ സ്റ്റിക്ക് ഞാൻ എടുത്തില്ല. പിന്നെ അതെടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒടുക്കത്തെ മഴ. വീണ്ടും ആ മഴ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ Insta360 X4 വാട്ടർ പ്രൂഫ് ആണ്. എന്നിരുന്നാലും ഞാൻ ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല. അപ്പൊ ഏകദേശം നമുക്ക് എക്സ്ട്രാ ഒരു 60 കിലോമീറ്റർ കൂടെ ഓടിക്കേണ്ടി വരും. ഞാൻ കുറച്ച് സ്പീഡ് എടുക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അവർക്ക് തിരുവനന്തപുരത്ത് നേരത്തെ എത്തണമെന്നുണ്ട്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടി വരും. ഞാൻ രാവിലെ വിചാരിച്ചു നമ്മുടെ ഈ പെരുമ്പാവൂരുള്ള ഒരു അപ്സര ഹോട്ടലുണ്ട്, അവിടെ നല്ല സൂപ്പർ മട്ടൻ കിട്ടുമെന്നാണ് കേട്ടത്. ഞാനതിന് കഴിച്ചിട്ടില്ല. അവിടെ പോയിട്ട് ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അവിടെ അങ്ങനെ നല്ല കിട്ടുമെന്ന് കേട്ടു. അവിടെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ പോക്കിൽ എനിക്ക് അതിന് നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് വയ്ക്കാം. ഞാനിപ്പോ ട്രിവാൻഡ്രത്തേക്ക് മെയിനായിട്ട് പോകുന്ന കാര്യം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് സസ്പെൻസ് ചെയ്യാനിപ്പോ റിവീൽ ചെയ്യാണ്. വേറൊന്നുമല്ല, എന്റെ ബ്രദർ അവൻ NS250 എടുക്കുന്നുണ്ട്. അപ്പൊ അവൻ പുതിയ വണ്ടി ആയതുകൊണ്ട് അവന് ഒരു ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഓക്കെ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നതാണ്. എനിക്ക് വണ്ടി നോക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഒരു പേരിനൊന്ന് പോകുന്നതേ ഉള്ളൂ. കുറച്ച് ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു വീഡിയോ ചെക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് മാമുക്കോയ പറഞ്ഞ പോലെ ഞാൻ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ ഒരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും വേണ്ടി ഞാൻ പിന്നെ നമുക്കൊരു യാത്ര, ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു യാത്ര ചെയ്തു. പക്ഷെ അത് ഫസ്റ്റ് സർവീസിന് മുന്നേ ആയിരുന്നു.
അതിനുശേഷം ഞാൻ വന്ന് ഫസ്റ്റ് സർവീസ് ചെയ്തു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവ് ആണിത്. എന്റെ ആദ്യത്തെ വ്ളോഗിങ്ങുമാണിത്. ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ഒരു സംസാരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല. ആദ്യത്തെ ഇതാണ്ട് എന്തൊക്കെ സംസാരിക്കണം ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല. ഒത്തിരി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇൻസ്റ്റ മൗണ്ട് വെച്ചിട്ട് ഞാൻ ലോങ് പോകുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതില് ബാറ്ററി എത്രത്തോളം നിൽക്കും, മെമ്മറി എത്രത്തോളം യൂസ് ആകും. എനിക്ക് കണ്ട കോളിന് ഇതൊരു 1.5 hours 4K 60 FPS കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് റെക്കോർഡിംഗ് ടൈം എനിക്ക് കാണിച്ച ഏകദേശം 6 hours സംതിങ് കാണിച്ചു. ഇതിന് ബാറ്ററി റിമൈനിങ് ടൈമും കൂടെ ഒരു കാണിച്ചിരുന്നുവെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു. കാരണം എത്രത്തോളം ടൈം ഇനി കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം മെമ്മറിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര മണിക്കൂറോടെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ബാറ്ററിയിൽ കൂടെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ പ്രിപ്പയർ ആവായിരുന്നു നമുക്ക്. എപ്പോഴത്തേക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കേണ്ടി വരും എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് നോക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, അത് തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. വന്ന വഴി തന്നെ വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. ഓലയുടെ സർവീസ് കൊണ്ടാണ് വണ്ടിയൊക്കെ വെള്ളത്തിലിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വന്ന നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ഇപ്പൊ കണ്ടോ, മഴ പെയ്ത് സെറ്റായിട്ട് റോഡ് കിടക്കുന്നു. ഇതിൽ കാണുന്ന ഈ പമ്പ് കണ്ടോ, ഈ പമ്പിലാണ് നമ്മൾ നേരത്തെ വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്. ഇവിടെയൊക്കെയാണ് നമ്മുടെ കീ വളഞ്ഞത്. പിന്നെ അവിടുത്തെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. ഈ ഹൈവേയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ സമയങ്ങളിൽ കുഴപ്പമില്ല, പക്ഷെ വൈകിട്ട് ആ പീക്ക് ടൈമിലേക്ക് എത്തുമ്പോഴത്തേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഒക്കെ മഴ അത്യാവശ്യം സെറ്റായിട്ട് കടുത്തു വരുന്നുണ്ട്. ഒതുക്കാൻ പറ്റുന്നൊരിടത്ത് ഒതുക്കിയിട്ട് ഞാൻ ഇൻസ്റ്റനെ പാക്ക് ചെയ്ത് അകത്തോട്ട് കയറ്റാൻ പോവാണ്. ഇപ്പോൾ അല്പം വെയിലൊക്കെ വരുന്നുണ്ട്, ചൂടെടുക്കുന്നുണ്ട്. ക്യാമറയുടെ ലെൻസ് ഗാർഡിൽ ഫോഗിങ് പോലെ വന്നു. ഞാനിപ്പോൾ അതൊന്ന് സ്വൈപ്പ് ചെയ്ത് വെച്ചു. നമ്മളിപ്പോൾ മൂവാറ്റുപുഴയാണ്. ആ ചേച്ചിയുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ. Searching for your guiding hand. Midnight dreams.